Hello, good afternoon. Welcome to English ഓൺലൈൻ ക്ലാസ് ഓഫ് എ പ്ലസ് അക്കാദമി. പ്രിയമുള്ള വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചാപ്റ്ററുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത്. കാരണം ഗ്രാമറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ബോർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ക്ലിംസസ് ഓഫ് ഗ്രീൻ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞ രീതിയിൽ എന്താണ് ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പോയം അതുപോലെ തന്നെ പ്രോസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ക്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന യൂണിറ്റ്. അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നുള്ളതാണ്. നമുക്കറിയാം അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അഡ്വഞ്ചേഴ്സിൻ്റെ മീനിങ് ശരിക്ക് എന്താണ്, സാഹസികത എന്നൊക്കെയാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററാണ്, കുറച്ച് ഭാഗം നമ്മളിന്ന് പ്രതിപാദിക്കുന്നുള്ളൂ, കുറച്ച് ഭാഗം എടുക്കുന്നുള്ളൂ. അതിൽ പറയുന്നത് ഒരു റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഓതർ, അദ്ദേഹം കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ചതിനെ കുറിച്ചിട്ട്, അന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചിട്ട്, അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ചെറിയ ചെറിയ അനുഭവങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മോട് പങ്കുവെക്കുകയാണ്. അതാണ് ഈ ചാപ്റ്ററിൽ പൊതുവായിട്ട് പറയുന്നത്. പിന്നെ ഇത് ഒരു 3 തീമുകളാക്കിയിട്ട് അല്ലെങ്കിൽ 3 ഇവൻസുകളാക്കിയിട്ട് എന്തിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതായത് മാറ്റാവുന്നതാണ്. ഒന്ന്, ഫസ്റ്റ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആ ആൽമരത്തെക്കുറിച്ച്, ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആൽമരത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ കുറിച്ചൊക്കെ നമ്മോട് ആദ്യം പരിചയപ്പെടുത്തണം. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ മറ്റൊരു ഇവൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ തീം അല്ലെങ്കിൽ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു മംഗൂസും അതുപോലെ തന്നെ ഒരു കോബ്രയും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് സീനാണ്. അങ്ങനെ അതും പിന്നെ അവസാനത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സ്ക്വിറലിൻ്റെ ഒരു ജനനത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഭാഗത്തിലെ ആ പാരഗ്രാഫ് നമ്മളിപ്പോൾ കാണുന്നത് പോലെ നിങ്ങൾ പുസ്തകം മുന്നിൽ വെച്ചിട്ട്, നമ്മുടെ ബുക്ക് മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഭാഗത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊരു നോക്കാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റേതാണ് മുഴുവൻ പ്രോപ്പർട്ടിയും. പക്ഷേ അവിടെ ഒരു മാഗ്നിഫിഷൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ ഉണ്ട്, അത് എൻ്റേതായിരുന്നു. അതിന് അദ്ദേഹം കാരണം പറയുന്നത് ഗ്രാൻഡ് ഫാദറിന് മരത്തിൽ കയറാൻ കഴിയൂല, അപ്പോൾ അദ്ദേഹം അതിന് അവകാശം പറയൂല. അപ്പോൾ അദ്ദേഹത്തിന് ഈ മരത്തിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഗ്രാൻഡ് മദർ അദ്ദേഹത്തെ എപ്പോഴും പരിഹസിക്കുമായിരുന്നു. എന്ത് പറഞ്ഞിട്ട്, കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വുമൺ ഉണ്ട്. അവർ അവസാനമായിട്ട് മരിച്ചത് എങ്ങനെയാണ്, അവർ അവസാന കാലഘട്ടത്തിൽ ഒരു മരത്തിൽ കയറിയിട്ടാണ് മരിച്ചത്. അതുപോലെ ഗ്രാൻഡ് ഫാദർ ഇത് മരത്തിൽ കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യും, എൻ്റെ ഗ്രാൻഡ് മദർ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു, കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് മരത്തിൽ കയറാൻ കഴിയാതെ അദ്ദേഹം കയറാൻ ശ്രമിക്കുമ്പോൾ. ആരാണ് കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്നത്? ഒരു ഇംഗ്ലീഷ് വുമണാണ്. അവർ 117 വയസ്സ് വരെ ജീവിച്ചു. അവസാനം അവർ ആപ്പിൾ ട്രീയിൽ നിന്ന് വീണിട്ടാണ് മരിച്ചത്. അപ്പോൾ അതുപോലെ നിങ്ങളും അങ്ങനെ കയറിയിട്ട് മനുഷ്യ നിങ്ങളുടെ ജീവിതം അങ്ങനെ പാഴാക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ആര് സംസാരിക്കുമായിരുന്നു? ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ പരിഹസിക്കുമായിരുന്നു എന്നാണ് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ആ ഒരു ഓൾഡ് ബാനിയൻ ട്രീനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷനും കൂടി തന്നിട്ട് ആ ഒരു പാരഗ്രാഫ് അവസാനിക്കുകയാണ്. പിന്നെ അദ്ദേഹം അവിടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം അവിടെ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു സ്ക്വിറലിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സ്ക്വിറലും ഞാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതാണ് മൂന്നാമത്തെ പാരഗ്രാഫിലായിട്ട് പറയുന്നത്. പിന്നെ ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ട്, അതിൽ ആ ബാനിയൻ ട്രീയുടെ പ്രത്യേകതകളൊന്നും കൂടി പറയുകയാണ്. എല്ലാ ഫിഗ് സീസൺ ആകുമ്പോൾ
അതായത് ഈ അതിൽ എന്താണ് ഫ്രൂട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബനിയൻ ട്രീയിൽ അതിൻ്റെ ഫിഗ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് വസന്ത കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, ഒരുപാട് പക്ഷികളൊക്കെ അങ്ങോട്ട് വരാറുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊരു പ്രകൃതിയുടെ ഒരു വർണ്ണന അവിടെ തന്നിട്ട് എന്താണ് മൂന്നാമത്തെ പാരഗ്രാഫും അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റത്തെ ഹെഡിങ് നോക്കുക. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. എന്താണ് അഡ്വഞ്ചേഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു സാഹസികത എന്നൊക്കെയാണ്. ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആൽമരം. ഒരു ആൽമരത്തിൽ അദ്ദേഹം കണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുകയാണ്. ഓക്കെ, ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. ഇന്ത്യയിലുള്ള അദ്ദേഹം ശരിക്ക് എന്താണ് ബ്രിട്ടനിലാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ ചെറുപ്പകാലത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ആ ഇന്ത്യയിലെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ എന്താണ് ഞങ്ങളുടെ വീടും അതിൻ്റെ ചുറ്റുഭാഗമുള്ള പറമ്പ്, ഗ്രൗണ്ട്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പറമ്പ്, അതെന്തായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താണ് അത്ഭുതകരമായിട്ടുള്ള ഒരു എന്താണ് ബാനിയൻ ട്രീ ഉണ്ടായിരുന്നു, ഒരു ആൽമരം ഉണ്ടായിരുന്നു, അത് എൻ്റേതായിരുന്നു. കാരണം എന്താ? ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, ഞങ്ങൾ ഗ്രാൻഡ് ഫാദറിന് ഒരു 65 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, അദ്ദേഹത്തിന് അതിമേ കയറാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് 65 വയസ്സുണ്ടായത് കൊണ്ട് മരത്തിൽ കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് ഉടമസ്ഥത അവകാശം പറയാൻ അവകാശമല്ല. കാരണം അത് അവിടെ ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ അയാൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ലാത്തത് കൊണ്ട് അത് എൻ്റേതായിരുന്നു. Grandmother used to tease him about this and would speak of a certain Countess of Desmond. അദ്ദേഹത്തെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നു, പലപ്പോഴും അദ്ദേഹത്തെ കളിയാക്കുമാറുണ്ടായിരുന്നു. എങ്ങനെ പറഞ്ഞിട്ട്? കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണ് കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്നാണ് ഈ പറയുന്നത്. അൻ ഇംഗ്ലീഷ് വുമൺ. ആരാണ് കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്? ഒരു ഇംഗ്ലീഷ് വുമൺ ആയിരുന്നു. ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117 അല്ലേ, അതായത് 117 വയസ്സ് വരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് വുമണായിരുന്നു ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്നത്. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ഇൻ ആപ്പിൾ ട്രീ. അവർ അതിനേക്കാളും ജീവിക്കുമായിരുന്നു, ഈ 117 അവർ ജീവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ആപ്പിൾ ട്രീയിൽ നിന്ന് വീണിട്ടില്ലായിരുന്നെങ്കിൽ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആപ്പിൾ ട്രീയിൽ നിന്ന് ഈ വയസ്സകാലത്ത് അവരെന്ത് ചെയ്യുന്നു, കയറിയിട്ട് വീണതാണ്. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി ഗ്രാൻഡ് ഫാദറിനെ എപ്പോഴും എന്തായിരുന്നു, ഞങ്ങളുടെ ഗ്രാൻഡ് മദർ കളിയാക്കുമായിരുന്നു. ദ സ്പ്രെഡിങ് ബ്രാൻഡ്സ് ഓഫ് ദ ബാനിയൻ ട്രീ. ഇനി വീണ്ടും പറയാൻ ബാനിയൻ ട്രീനെ പറ്റി ഒന്ന് വിശദീകരിക്കണം. അതിൻ്റെ എന്താണ് ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ എന്താണ് വളരെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയായിരുന്നു. വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. എന്നിട്ട് അതിങ്ങനെ വീണ്ടും ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു വന്നിട്ട് അതിൽ നിന്ന് വീണ്ടും വേരുകൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ആൽമരം കണ്ടറിയാം അല്ലേ. വീണ്ടും റൂട്ട് എന്ന് പറഞ്ഞാൽ വേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഫോമിങ് എ മൈസ് ഓഫ് ആർച്ച്, ഒരു കവാടം പോലെ അല്ലേ, ഒരു ദുർഘടമായ കവാടം പോലെ അത് മാറിയിട്ടുണ്ടായിരുന്നു. ഗവ് മീ എൻലെസ് പ്ലഷർ. അത് കാണുമ്പോൾ എനിക്ക് അതിലില്ലാത്ത സന്തോഷമുണ്ടാകുമായിരുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഞാൻ ആ ട്രീയെ വിശദീകരിക്കണം. ആ ട്രീ എന്തായിരുന്നു, ഞങ്ങളുടെ വീടിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദറിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് തെറാദൂൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ടൗണിനേക്കാൾ എന്തിരുന്നു, അതിന് പഴക്കമുണ്ടായിരുന്നു. നസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ടൗൺ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നസ്ലിംഗ് എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ്, നിലനിൽക്കുക അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുക എന്നൊക്കെയാണ്. അതുപോലെ തന്നെ മെയ്സ് എന്ന് പറഞ്ഞാൽ ദുർഘടമായിട്ടുള്ള, പ്രയാസകരമായിട്ടുള്ള എന്നൊക്കെ. അങ്ങനെ ഏതെങ്കിലും വേർഡ് മീനിങ്ങൾ കിട്ടാത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇനി അടുത്ത പാരഗ്രാഫാണ് നമ്മൾ നോക്കുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മാൾ ഗ്രേ സ്ക്വിറൽ. എൻ്റെ ആദ്യത്തെ, ഇന്ത്യയിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ആദ്യത്തെ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആരായിരുന്നു? ഒരു ഗ്രേ സ്ക്വിറലായിരുന്നു. അതായത് ഒരു ഗ്രേ കളറിലെ അണ്ണാനായിരുന്നു. ആറ്റിങ് ഈസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. അവനിങ്ങനെ ബാക്കിലേക്ക് ചെരിഞ്ഞിരിക്കും അല്ലേ, അണ്ണാനിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബാക്കിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ട് സ്നിഫിങ് ദ എയർ, മൂക്ക് കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു മണം പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഈ സീമഡ് അറ്റ് ഫസ്റ്റ് ദ റീസൺ ഓഫ് മൈ ഇൻവെൻഷൻ ഓഫ് ഹിസ് പ്രൈവസി. ആദ്യ സമയത്തൊക്കെ അവൻ എന്നോട് വലിയ കമ്പനിയൊന്നും കൂടിയിരുന്നില്ല. അവൻ്റെ
അവൻ്റെ പ്രൈവസിയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് അവന് എന്തായിരുന്നു, വെറുത്തിരുന്നു. റിസൻ എന്ന് പറഞ്ഞാൽ വെറുക്കുക, മൈ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കടന്നു കയറ്റം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ബട്ട് എന്നാൽ വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റാബിൾട്ട് ഓർ എയർഗൺ. പക്ഷേ എൻ്റെ കയ്യിലൊരു കവണ എന്നൊക്കെ പറയാം അല്ലേ, അതും അതുപോലെ തന്നെ ഒരു എയർഗണ്ണൊന്നുമില്ല, അതായത് ഞാനൊരു അക്രമകാരിയല്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ എന്ത് ചെയ്തു, ഫസ്റ്റൊക്കെ അവൻ എന്നോട് വെറുപ്പായിരുന്നെങ്കിലും പിന്നീട് അവൻ എന്നോട് അടുക്കാൻ തുടങ്ങി. ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അങ്ങനെ അവൻ എന്നോട് കമ്പനിയായി അല്ലെങ്കിൽ ഫ്രണ്ടായി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്. അങ്ങനെ അവന് ഞാൻ കേക്കുകളും ബിസ്ക്കറ്റുകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ബോൾഡർ അവൻ എന്ത് ചെയ്തു, വലുതാകാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിൽ നിന്ന് വന്നുകൊണ്ട് ഫുഡുകളൊക്കെ എടുത്തു കൊണ്ടുപോകുക. അത്രയും കമ്പനിയായി ഞാൻ അവനോട് നടത്തും. അപ്പോൾ ആദ്യ സമയത്ത് അവർ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫ്രണ്ടായിട്ടുള്ള സ്ക്യുരലിന് എന്നോട് ആദ്യം വെറുപ്പായിരുന്നു. വെറുപ്പ് പറഞ്ഞാൽ ഞാൻ അവനോട് അടുക്കുന്നത് അവന് പേടിയായിരുന്നു. പിന്നീട് അവൻ എന്നെ നല്ല രീതിയിൽ എന്നോട് ഇണങ്ങാൻ തുടങ്ങി. ഇത് പിന്നെ ബിഫോർ ലോങ് ഹീ വാസ് ഡോവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. പിന്നെ കൂടുതൽ വൈകാതെ തന്നെ അവൻ എന്ത് ചെയ്തു, എൻ്റെ ഡെൽവിങ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് ഇൻ ടു മൈ പോക്കറ്റ്, എൻ്റെ പോക്കറ്റുകൾ വന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് വാട്ട് എവർ ഹി കുഡ് നോട്ട് ഫൈൻഡ്. അവൻ എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ എടുത്തു കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. അതായത് അത്രയും എന്നോട് ഫ്രണ്ടായി എന്നർത്ഥം. ഹി വാസ് വെരി യങ് സ്റ്റുഡൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ടു ദ ടേഴ്സ് ഇൻ എ ഹ്യൂമൻ. അല്ലേ, അവന് ഒരു യങ്ങായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്, അല്ലേ, ഒരു പക്ഷേ അവനെ കുറിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരും മറ്റുള്ള അണ്ണാന്മാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, ഇവന് ഭയങ്കര അഹങ്കാരിയാണ്, ഒരു മനുഷ്യനൊക്കെ വിശ്വസിക്കുക, അല്ലേ, മനുഷ്യനെ വിശ്വസിച്ച ഒരു അഹങ്കാരിയാണ്. ട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അവരോട് കമ്പനി കൂടിയിട്ട് ഇവന് ഭയങ്കര അഹങ്കാരിയായി മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഈ ഒരു അണ്ണാനെ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ബനിയൻ ട്രീയെ കുറിച്ചിട്ടൊന്ന് വിശദീകരിച്ചു. ഇനി പറയുന്നത് ഇൻ ദ സ്പ്രിങ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആൽമരത്തിൽ ചെറിയ ചെറിയ പഴങ്ങളുണ്ടാകും, അല്ലേ, ചെറിയൊരു റെഡ് കളറിലുള്ള പഴങ്ങളുണ്ടാകും, ചെറീസ് പോലെ, അതിലേറെ കുറച്ചും കൂടി വലിപ്പമുള്ളത്. അപ്പോൾ അത് അതിൻ്റെ സീസണാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ച് ദ റെഡ് ബോട്ടംഡ് ബുൾബിൾ. അതായത് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് എല്ലാ രീതിയിലുള്ള പക്ഷികളും വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചേക്കേറുക, അങ്ങോട്ട് വരിക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ബ്രാഞ്ചിലേക്ക് വരും. ദ റെഡ് ബോട്ടംഡ് ബുൾബിൾ ചെയർഫുൾ ആൻഡ് ഗ്രീഡി കോസ്പിൻ റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രൗസ്. അതായത് കാക്ക മുതൽ മറ്റുള്ള ഒരുപാട് ജീവികൾ അങ്ങോട്ട്, പക്ഷികൾ, അതിൻ്റെ പേരുകളാണ് പറഞ്ഞത്, അതൊക്കെ അങ്ങോട്ട് വരുമായിരുന്നു. സ്ക്രാബ്ലിംഗ് വിത്ത് ദ കാറ്റ്സ് അതർ ഈച്ച് അതർ ഓൾ ദ ടൈം. എല്ലാ സമയത്തും. സ്ക്രാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കലപില ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും ഇങ്ങനെ കലപില ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, സമയത്ത് ഈ ഫിഗ് സീസണിൽ. ഇത് മാത്രമല്ല, ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഇൻ ദ റോഡ്. ആ സമയത്ത് എല്ലാവരും പറയും, ഇവിടെ ഏറ്റവും ഒച്ചയും പുളിയുള്ള സമയം, അല്ലേ, നമ്മൾ പറയുന്ന മാതിരി ഒച്ചയും പുളിയുള്ള സമയം എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീയിൽ ഈ ഫിഗ് സീസൺ ആകുന്ന സമയത്തിന് ഏറ്റവും സൗണ്ട് ഉണ്ടാകുന്ന സമയം എന്ന് എനിക്കിങ്ങനെ തോന്നും. കാരണം എല്ലാ രീതിയിലുള്ള പക്ഷികളും ഉണ്ടാവും, എന്നിട്ട് അവിടെ കലപില ശബ്ദമുണ്ടാക്കി ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള രീതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയണത്. അപ്പോൾ ഇതിലുള്ള ഓരോ ഫിഗുകളും അതുപോലെ തന്നെ പക്ഷികളും ഒക്കെയാണ് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത്. അതൊരു രസത്തിന് വേണ്ടിയിട്ട് വെറുതെ വെച്ചെന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ശരിക്കും പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും മനസ്സിലാകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, വേർഡ് മീനിങ്ങോ ഇനി ആവർത്തിച്ച് കേൾക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തീം എന്താ മനസ്സിലാക്കുക.
എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അത് നിങ്ങളിപ്പോൾ തന്നെ എന്താണ് ഒരു എക്സാം എഴുതണം എന്നുള്ള ചിന്തയോടുകൂടി പഠിക്കണം. അത് പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.